ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് കണ്ണൂർ ജില്ലയിലെ 6 ബിരിയാണി സ്പോട്ടുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും ഞാൻ ഓരോന്നിൻ്റെ വീഡിയോയിൽ ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ കാണേണ്ടവരൊന്ന് പോയി കാണണേ. പിന്നെ ഈ 6 ബിരിയാണി ഞാൻ ഒറ്റ ദിവസം തിന്നതല്ല കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് 6 ബിരിയാണി തിന്നാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പാരീസ് റെസ്റ്റോറൻറ്റിൽ പോയി തലശ്ശേരിയിലുള്ള സാലഡ്, അച്ചാർ, ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല ബിരിയാണി ആയിരുന്നു. ബട്ട് ഭയങ്കര ഉറക്കം വരുന്നൊരു മത്ത് പിടിപ്പിക്കുന്ന ഒരു ബിരിയാണി എന്ന് പറയില്ല, അതായിരുന്നു. പിന്നെ നമ്മുടെ കണ്ണൂരിലെ വെറൈറ്റി ബിരിയാണി കിട്ടുന്ന അറഫ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവിടുന്ന് ഞാൻ കല്ലുമ്മക്കായ് ബിരിയാണിയാണ് പറയുന്നത്. കുറേ എന്തൊക്കെയോ ആയിട്ടുള്ള ബിരിയാണി ഉള്ളൊരു സ്പോട്ട് തന്നെയാണ്. ഇവിടെയും നല്ല ചമ്മന്തി, ബീട്രൂട്ട് അച്ചാർ, സാലഡൊക്കെ ഉണ്ടായിരുന്നു. 300 സംതിങ് ആണ് പൈസ. പക്ഷേ കല്ലുമ്മക്കായ് ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് MVKയിൽ പോയി. MVKയിൽ എന്ന് വെച്ചാൽ ബ്രോയിലർ ചിക്കനാണ്. ഒരു ആവറേജ് ബിരിയാണി ആയിരുന്നു. ഭയങ്കര ഹൈപ്പുമില്ല, ഭയങ്കര മോശമില്ല. വിശന്നിരിക്കുന്ന സമയത്തൊക്കെ കിട്ടിയാൽ നമ്മൾ കഴിക്കുന്ന ഒരു ബിരിയാണി. ഇവിടെ എന്ന് വെച്ചാൽ നാരങ്ങയുടെ അച്ചാറും സാലഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചമ്മന്തി ഉണ്ടായിരുന്നില്ല. പിന്നെ കൂൾ ലാൻഡിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള സാലഡും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഫ്ലേവർഫുള്ളായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയത് അജുവയാണ്. അജുവയിൽ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അജുവയിലെ ബിരിയാണി സത്യം പറഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു വൃത്തികെട്ട എണ്ണയുടെ മണമായിരുന്നു. ലിറ്ററലി വായിൽ വെക്കാൻ പറ്റില്ല. നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലിടുകയാണ് ചെയ്തത്. പിന്നെ ഹോട്ടൽ സോഫ്റ്റും മംഗല ബിരിയാണി, ശരിയായ കണ്ണൂർ മംഗല ബിരിയാണി, ബീട്രൂട്ട് സാലഡും ആയിരുന്നു. ഒട്ടുക്കത്തെ ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ജയിച്ചിരിക്കുന്നത് കൂൾ-ലാൻഡിലെ ബിരിയാണിയും ഹോട്ടൽ സോഫ്റ്റിലെ ബിരിയാണിയും ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ബിരിയാണി സ്പോട്ട് ഏതാണെന്ന്. ഞാൻ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുകൂടാതെ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ബൈ.